ഹലോ. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യത്തെ ചാപ്റ്റർ ധൂപ് ആ ഗയി. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയില് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ടോമി ഓർ മേ എന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്റർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പല പല ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആ ചിത്രങ്ങളിൽ നിന്ന് നമ്മൾ ഇതിന്റെ കഥ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പൊ നേരെ കഥയിലേക്ക് പോയാലോ. ടോമി ഓർ മേ ഇത് എഴുതിയിരിക്കുന്നത് പ്രോയ്തി റോയ്. ആദ്യത്തെ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് മേ നീതു ഹോം. എവിടെ എഴുതിയിരിക്കുന്നത്? മേ നീതു ഹോം. ഇവിടെ ഒരു പെൺകുട്ടിയുടെ ചിത്രം തന്നിട്ടുണ്ട്. ആ പെൺകുട്ടി നമ്മളോട് പറയാണ് മേ നീതു ഹോം. നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരുകൾ എങ്ങനെയാണ് പറയാ? മേ, പിന്നെ നിങ്ങളുടെ പേര് ഹോം അല്ലെ? ഒന്ന് പറഞ്ഞു നോക്കൂ. മേ, നിങ്ങളുടെ പേര് ഹോം. ഇവിടെ ഈ പെൺകുട്ടി എന്താ പറയുന്നത്? മേ നീതു ഹോം. അപ്പൊ എന്താണ് നീതുവിന്റെ സ്റ്റോറി എന്ന് നോക്കണ്ടേ? അടുത്ത ചിത്രത്തിൽ കാണിച്ചിരിക്കുകയാണ്. നീതു ഉറങ്ങാൻ കിടക്കുകയാണ്. പുറത്ത് ജനലിലൂടെ നോക്കിയാൽ മനസ്സിലാകും രാത്രി ആയിട്ടുണ്ട്. സ്റ്റാറും മൂണും ഒക്കെ വന്നിട്ടുണ്ട്. സർദിയോം കി രാത് ദി. സർദിയോം എന്ന് പറഞ്ഞാൽ വിന്റർ, തണുപ്പ് കാലമാണ്. ഇപ്പൊ തണുപ്പ് കാലത്തിലുള്ള ഒരു രാത്രിയാണ് രാത് ദി. സർദിയോം കി രാത് ദി. മഞ്ഞുകാലത്തുള്ള ഒരു രാത്രിയിൽ നീതു അങ്ങനെ ഉറങ്ങാൻ കിടക്കുകയാണ്. പെട്ടെന്നാണ് പുറത്തു നിന്ന് ഈ ഒരു ചിത്രം കണ്ടോ? ഇതില് ആ ആ ആ എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് അതിനർത്ഥം? പുറത്തു നിന്ന് എന്തോ ശബ്ദം വരികയാണ്. നീതു ശ്രദ്ധിച്ച് കേൾക്കുക. പുറത്തുനിന്ന് എന്തോ ശബ്ദം വരുന്നുണ്ട്. എന്താണ് ആ ശബ്ദം? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? അയ്യോ പേടിയാവുന്നു എന്ന് പറഞ്ഞ് പുതപ്പ് മൂടി കിടന്നുറങ്ങുമോ? എന്നാ നീതു ചെയ്തത് എന്താ? മെല്ലെ ബെഡിൽ നിന്ന് എണീച്ച് ജനലിലൂടെ പുറത്ത് നോക്കുകയാണ്. അപ്പൊ പുറത്തെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തില് എന്തോ ഒന്ന് അനങ്ങുന്നത് കണ്ടു. എന്താണത്? എന്തോ ഒരു കുഞ്ഞു ജീവി, ഒരു പൂച്ചക്കുട്ടിയോ അല്ലെങ്കിൽ പപ്പിക്കുട്ടിയോ എന്തോ ഒന്നുണ്ടല്ലേ? നീതു അങ്ങനെ അത് കാണുകയാണ്. അതിനുശേഷം അവള് പുറത്തേക്ക് ഇറങ്ങാം. എങ്ങനെയാ നീതു പുറത്തു വരുന്നത്? തലയിൽ ഒരു തൊപ്പിയൊക്കെ ഇട്ട്, ലോങ് ഡ്രസ്സൊക്കെ ഇട്ട്, ഒരു ടോർച്ചൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. എന്തിനാണ് ഇതൊക്കെ? നല്ല തണുപ്പുള്ള രാത്രിയാ, തണുത്ത് വിറയ്ക്കാതിരിക്കാനാണല്ലേ? വന്ന് നോക്കുമ്പോഴോ ഒരു പാവൻ നായ്ക്കുട്ടി അങ്ങനെ റോഡിൽ കിടക്കുകയാണ്. എത്രമാത്രം തണുപ്പുണ്ടാവും ആ നായ്ക്ക്. ലൈറ്റ് കണ്ടപ്പോ അത് നീതുവിനെ തിരിഞ്ഞു നോക്കുകയാണ്. നീതു വേഗം ആ കുഞ്ഞു നായ്ക്കുട്ടിയും എടുത്ത് വീട്ടിനുള്ളിലേക്ക് വന്നു. എന്നിട്ടോ അതിന് കിടക്കാൻ ഒരു കുഞ്ഞു ബാസ്ക്കറ്റ് കൊടുത്തു. അതിനെ കിടത്തിയതിനു ശേഷം അതിന് കുറച്ച് ഭക്ഷണമൊക്കെ നൽകി. എന്നിട്ടോ നീതു കിടക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ആ പട്ടിക്കുട്ടിയെയും ഒരു ടേബിളിൽ വെച്ചു. സുഖമായിട്ട് കിടന്നുറങ്ങി. ഉസേ चाय के साथ बिस्कुट खाना बहुत पसंद था. उसे चाय के साथ. രാവിലെ ആയപ്പോ നീതു എണീച്ച് അതിന് ഭക്ഷണമൊക്കെ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ നീതുവിനൊരു കാര്യം മനസ്സിലായി. എന്താണത്? ഉസേ ചായ് കെ സാത്ത്. അതിന് ചായയുടെ കൂടെ ബിസ്കുട്ട് ഖാന, ബിസ്ക്കറ്റ് കഴിക്കാൻ, ഖാന കഴിക്കാൻ. ബഹുത് പസന്ദ, വളരെയധികം ഇഷ്ടമായിരുന്നു. കണ്ടോ, പപ്പിക്കുട്ടിക്ക് ചായ കൊടുത്തു, ബിസ്ക്കറ്റ് കൊടുത്തു. അതൊരുമിച്ച് കഴിക്കാൻ ആ പപ്പിക്കുട്ടിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. ചായയും ബിസ്ക്കറ്റും കഴിക്കുന്നത് കൂടാതെ അതിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നീതു പറഞ്ഞു തരികയാണ്. എന്തൊക്കെയാണത്? ഓർ എന്ന് പറഞ്ഞാൽ കൂടാതെ. ഇതിന്റെ കൂടെ മേരെ സാത്ത് ഖേൽന, എന്റെ കൂടെ കളിക്കാനും അതിന് ഭയങ്കര ഇഷ്ടമാണ്. പങ്കേക്ക് നീച്ചെ സോന, അതുകൂടാതെ പങ്കേ, ഫാൻ ഇട്ടിട്ട് അതിന്റെ അടിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങാനും ഈ നായ്ക്കുട്ടിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഓർ കിതാബ് പഠന, കളിക്കാനും ബിസ്ക്കറ്റും ചായയും കഴിക്കാനും ഫാനിന്റെ അടിയിൽ ഉറങ്ങാനും അല്ലാതെ അതിന് പുസ്തകം വായിക്കാനും വളരെയധികം ഇഷ്ടമാണ്. ആഹാ, എന്ത് നന്നായിട്ടാണല്ലേ ഈ ഡോഗ് പുസ്തകം വായിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ചിത്രം കണ്ടിട്ട് ഇത് പുസ്തകം വായിക്കുകയാണെന്ന്? ഉസേ മേരാ ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നഹീ ലഗ്താ താ. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞപ്പോ ഈ പപ്പിക്കുട്ടിയും നീതുവും വളരെയധികം ഫ്രണ്ട്സ് ആയി. അവർ അത്രയും ക്ലോസ് ആയി മാറി.
പക്ഷേ നീതുവിന് സ്കൂളിൽ പോകണ്ടേ? എപ്പോഴും പപ്പിക്കുട്ടിയുടെ കൂടെ കളിച്ച് വീട്ടിലിരിക്കാൻ പറ്റില്ല അല്ലെ? പക്ഷേ നീതു സ്കൂളിൽ പോകുമ്പോ പപ്പിക്കുട്ടിക്ക് വളരെയധികം വിഷമാവും. അതിന് ഉസേ മേരാ ബാഹർ ജാന, ഞാൻ പുറത്തു പോകുന്നത്, അതായത് നീതു പുറത്തു പോകുന്നത് ബിൽക്കുൽ തീരെ അച്ഛാ നഹീ ലഗ്താ താ, ഇഷ്ടമല്ലായിരുന്നു, ഇഷ്ടപ്പെടില്ലായിരുന്നു. നീതു പുറത്തു പോകുന്നത് പപ്പിക്കുട്ടിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. हम जब साथ होते तो बहुत खुश रहते. जब हम साथ होते, ഞങ്ങൾ എപ്പോഴാണോ ഒരുമിച്ചിരിക്കുന്നത്, ഞങ്ങൾ എപ്പൊക്കെ ഒരുമിച്ചിരിക്കുന്നു, तो बहुत खुश रहते, ആ സമയത്തൊക്കെ ഞങ്ങൾ വളരെയധികം ഖുഷ് रहते, ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? ടോമി ഓർ മേ അല്ലെ? ഇവിടെ നീതു പപ്പിക്കുട്ടിക്ക് കൊടുത്ത പേരെന്താണ്? ടോമി. നീതുവിന്റെയും ടോമിയുടെയും കഥ ഇഷ്ടമായോ? നിങ്ങളും ഇതുപോലെ ഏതെങ്കിലും കുഞ്ഞു ജീവിയെയൊക്കെ റെസ്ക്യൂ ചെയ്ത് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പെറ്റ് ഉണ്ടോ? നിങ്ങൾക്ക് അതിനെ എത്രയധികം ഇഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. അതിനെപ്പറ്റി സ്റ്റോറി എഴുതാൻ ശ്രമിച്ചു നോക്കൂ. എങ്ങനെയാണ് നിങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ പെറ്റിന് ഇഷ്ടമുള്ളതെന്നും നിങ്ങൾ തമ്മിൽ എന്തൊക്കെ കളിയാണ് കളിക്കുന്നതെന്നും ഒക്കെ ആയിട്ട് ഒരു കുഞ്ഞു സ്റ്റോറി സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇത് വളരെ ചെറിയൊരു കഥയാണ്. ഇതിന്റെ ഓരോ വേർഡിന്റെയും മീനിങ് ചാപ്റ്ററിന് ശേഷം കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. സർദിയോം കി രാത്, സർദിയോം കി രാത് നമ്മൾ പറഞ്ഞു തണുപ്പ് കാലത്തെ ഒരു രാത്രി, നൈറ്റ് ഇൻ ദ വിന്റർ. കെ സാത്, എന്തിന്റെങ്കിലും കൂടെ എന്ന് പറയണമെങ്കിൽ ഹിന്ദിയിൽ എന്താ പറയാ? കെ സാത്, ഉസ്കെ സാത് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ. കെ സാത് കൂടെ. ബഹുത് പസന്ദ, ബഹുത് എന്ന് പറഞ്ഞാൽ വളരെയധികം, പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം, ഥ എന്ന് പറഞ്ഞാൽ ആയിരുന്നു, ഒരുപാട് ഇഷ്ടമായിരുന്നു, ലൈക്ക് ദ ലോട്ട്. ഖേൽന, കളിക്കുക, ഖേൽന. പങ്ഖ, ഫാൻ. സോന, ഉറങ്ങുക. കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം. പപ്പിക്കുട്ടിക്ക് പുസ്തകം വായിക്കാൻ വളരെ ഇഷ്ടമാണല്ലേ? ഓരോ പീസായി എടുത്ത് കഴിച്ചുകൊണ്ടോ മുറിച്ചു കളഞ്ഞുകൊണ്ടോ ഒക്കെ ആയിരിക്കും അത് വായിക്കുന്നത്. പഠന, വായിക്കുക. ബാഹർ, പുറത്ത്. ഖുഷ് രഹത്തെ, സന്തുഷ്ടരായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോ രണ്ടാമത്തെ ചാപ്റ്ററും ഇവിടെ വെച്ച് കഴിയാണ്. വളരെ ചെറിയ ചാപ്റ്റർ ആണ്, എന്നിരുന്നാലും ഓരോ സെന്റൻസും സ്വന്തമായിട്ട് വായിക്കുക, ഒന്നിൽ കൂടുതൽ തവണ വായിക്കുക, നന്നായിട്ട് പഠിക്കുക. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.